welcome back to my YouTube channel. This is Niranjana and you're watching NN Diaries. So, കുറേ ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് വന്നിട്ട് ഒരു വെറൈറ്റി കൈൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വന്നിട്ട് ഞാൻ എൻ്റെ ക്രിയേറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. എൻ്റെ ഡ്രോയിങ്സും പെയിൻറ്റിങ്സും എല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ പോവാണ്. എന്നിട്ട് അതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആസ് വെൽ ആസ് നിങ്ങൾ വന്നിട്ട് ഇതിലെന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം, കമൻറ്റ് ചെയ്യാം. ഞാൻ അതുപോലത്തെ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തിയാൽ എൻ്റെ ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലോട്ട് വരും. സോ ഇതാണ് ഫസ്റ്റ് ആർട്ട് ഞാൻ ചെയ്തത്. ഇത് വന്നിട്ട് ഒരു വുഡ് പീസിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡ് പീസാണിത്. ഈ വുഡ് പീസ് നോർമലായിട്ട് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് ശരി വെറുതെ ഇരിക്കുകയല്ലേ പറഞ്ഞിട്ട് എടുത്തതാണ്. ഇതാണ് കേട്ടോ. ഇത് ഡോട്ട് പെയിൻറ്റിംഗ് ആണ്. യെല്ലോ, വൈറ്റ് ആൻഡ് ഡാർക്ക് യെല്ലോ വിത്ത് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ ആണിത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മണ്ടേല ടൈപ്പ് ലൈക്ക് ഡോട്ട് പെയിൻറ്റിങ്. എനിക്ക് ഫസ്റ്റായിട്ട് ഡോട്ട് പെയിൻറ്റിങ് ഞാൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്തതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. സെക്കൻഡായിട്ട് ഈ ഒരു ഡോട്ട് പെയിൻറ്റിംഗ് ആണ്. ഇത് വന്നിട്ട് ഒരു വാട്ടർ ബോട്ടിലായിരുന്നു. ഇവിടെ ടോപ്പ് ഒരു കപ്പ്, ലൈക്ക് ഇതൊരു കപ്പാണ്, മൂടി വയ്ക്കാൻ പറ്റുന്ന ഒരു കപ്പാണ്. ഈ കപ്പിൽ വെറുതെ കിടക്കുകയായിരുന്നു. അമ്മടുത്ത് ചോദിച്ചെടുത്തു, പെയിൻറ്റ് ചെയ്തു. ഒരു പെൻ ഹോൾഡർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് വന്നിട്ട് യെല്ലോ, ഡാർക്ക് യെല്ലോ ആൻഡ് വൈറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ. ഇത് ഡാർക്ക് ഗ്രീൻ, വൈറ്റ്, പിങ്ക്, റെഡ് കോമ്പിനേഷനാണ്. ഇതും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇതൊരു ബോട്ടിലാണ്, ജ്യൂസ് ബോട്ടിൽ ചെയ്തതാണ്. മേലെ പേൾസ് ഒക്കെ ഉണ്ട്. എൻ്റെ പേര് എല്ലാത്തിലും എൻ്റെ പേര് താഴെയാണ് എഴുതിയിട്ടുള്ളത്. ഇത് അത്ര നന്നായിട്ടില്ല, പക്ഷെ ആവറേജ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയുക കേട്ടോ. ഇത് ഒരു നെയിൽ പോളിഷ് കണ്ടെയ്നറാണ്. ഇതിൽ ഞാൻ ചെയ്തൊരു ആർട്ട് കൈൻഡാണ് ഇത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എൻ്റെ ഫയലിനകത്ത് ലൈക്ക് എൻ്റെ ഷീറ്റ്സിൽ ചെയ്ത ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ് പെയിൻറ്റിങ്. ഇത് സ്വീറ്റ് ആൻഡ് സോർ പെയിൻറ്റിങ് ആണ്. ഈ പെയിൻറ്റിങ് എനിക്കിഷ്ടമാണ്. ഇത് രണ്ടും നല്ല രസമുണ്ട്. ഒരു തിക്ക് ഷീറ്റിലാണ് ചെയ്ത്. ഇത് രണ്ട് പഠിപ്പിച്ചത് എനിക്ക് യെല്ലോ ക്ലാസ് ആണ്. അതിൽ കുറേ ഡാൻസ് വീഡിയോസ്, മ്യൂസിക് വീഡിയോസ്, പിന്നെ കുക്കിംഗ് വിത്തൗട്ട് ഫ്ലെയിംലെസ് കുക്കിംഗ് വീഡിയോസ്, ഡ്രോയിങ്, പെയിൻറ്റിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് കുറേ എൻറോളും ചെയ്യാം. നല്ല ഫ്രീ ആപ്പാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കുക. ഇത് രണ്ടും ഒരു പെയിൻറ്റിങ്. ഇതാണ് ഞാൻ എൻറോൾ ചെയ്തത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇതാണ്. ഇത് ഒരു ഡേസി ഫ്ലവർ ആണ്. ഇതും വന്നിട്ട് ഞാൻ യെല്ലോ ക്ലാസിൻ്റെ ഇതിൽ തന്നെ ചെയ്തതാണ്. യെല്ലോ ക്ലാസ് ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് യെല്ലോ ക്ലാസ്സിൽ നിന്ന് ചെയ്ത ഒരു പെയിൻറ്റിങ്. ഞാൻ ആദ്യം ജോയിൻ ചെയ്തിട്ട് ഇതായിരുന്നു ചെയ്ത്.
നെക്സ്റ്റ് ആയിട്ട് എല്ലാം കുറേ പെയിൻറ്റിങ് ആണ്, പിന്നാലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇത് ഇത് ആക്ച്വലി ഒരു ബുക്കായിരുന്നു, പക്ഷേ എനിക്ക് ബുക്ക് വരയ്ക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഒരു ടോർച്ച് വരച്ചതാണ്. കുട്ടിയുടെ തല നല്ല വലുതായി പോയി. അതൊക്കെ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ എൻ്റെ ഓണായിട്ട് ചെയ്തതാണ്. കുറച്ച് നോക്കി പിന്നെ ഒരു ഐഡിയ കിട്ടിയിട്ട് എൻ്റെ ഓണായിട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ കാണിക്കുന്ന പെയിൻറ്റിങ്സിൽ ഏത് പെയിൻറ്റിങ്ങാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. ദിസ് ഈസ് മൈ ഓൺ പെയിൻറ്റിങ്. ആക്ച്വലി എൻ്റെ സ്കൂൾ ഡ്രോയിങ് ബുക്കിൽ ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്പ്രേ പെയിൻറ്റ് പോലെ ചെയ്യാനായിരുന്നു. പക്ഷേ ആ സ്റ്റെൻസിൽ പിന്നെ യൂസ്ലെസ് ആയിരുന്നതുകൊണ്ട് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് ഗൂഗിളിൽ നോക്കിയിട്ടാണ് ചെയ്ത്. ഓക്കെ, നൈറ്റ് ആൻഡ് മോർണിംഗ്. ഇതും അങ്ങനെ തന്നെയാണ്, നൈറ്റ് ആൻഡ് മോർണിംഗ് കഴിഞ്ഞു. പേപ്പർ പിന്നാലെ ഒട്ടിപ്പിടിച്ചു. നെക്സ്റ്റ് ഡ്രോയിങ്സ് ആണ്. ഇതെൻ്റെ ഒരു മണ്ടേല ആർട്ടാണ്. ഇത് ഹോൾ പേജ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഹോൾ പേജ് എനിക്ക് വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താ സ്കെച്ചിൽ ചെയ്താൽ നല്ലോണം ഡാർക്കായി പോകും. പിന്നെ നമുക്ക് യൂഷ്വലി ആ മണ്ടേല ആർട്ട് പെന്നാണ് യൂസ് ചെയ്യുക, പക്ഷേ ആ പെന്നത്തെ ഇങ്ക് ഓവറായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പെൻസിലിൽ ചെയ്തു. ദാറ്റ് വാസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് മണ്ടേല ആർട്ട്. ഇതിൽ കുറേ അൺവാണ്ടഡ് പേപ്പേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് എൻ്റെ സ്കൂളിന് വേണ്ടി ചെയ്തതായിരുന്നു. ഇത് ആക്ച്വലി അവർ ചോദിച്ചത്, ഇപ്പോൾ നിങ്ങൾക്ക് എർത്ത് ഇങ്ങനെ കൊറോണയൊക്കെ പിടിച്ച് വൈറസൊക്കെ ആയിട്ട് പാൻഡമിക് സിറ്റുവേഷനിൽ ലോക്ക്ഡൗണിലാണ് ഇപ്പോൾ നിങ്ങൾ, ഇങ്ങനത്തെ സിറ്റുവേഷൻ വേണോ, പിന്നെ നിങ്ങൾ എങ്ങനത്തെ സിറ്റുവേഷനാണ് ആഗ്രഹിക്കുന്നത് അത് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു. ദിസ് ഈസ് പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇത് ഇങ്ങനെ ആയാൽ മതി എന്നാണ്. ഇത് 2022 വരച്ചതാണ്. And then ഇത് അടുത്തത്. ആക്ച്വലി ഇത് അത്ര ഞാൻ 2019 വരച്ചതാണ്. ഇനി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ ഈ ഫയൽസിൽ. സോറി. ഇത് യെല്ലോ ക്ലാസ് ആണ്. ഞങ്ങൾക്ക് ഒരു വാർലി ആർട്ട് സെഷൻ ഞാൻ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാർലി ആർട്ട് സെഷനിൽ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇത്. ഇങ്ങനത്തെ കുറേ ആർട്ടും മ്യൂസിക്കും കുക്കിങ്ങും അങ്ങനെ കുറേയൊക്കെ അവർ നമ്മൾക്ക് പഠിപ്പിക്കൂ. ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ എൻറോൾ ചെയ്താൽ മതി, പക്ഷെ ഫ്രീ ആണ് കേട്ടോ. അതിനും അല്ലാണ്ട് നിങ്ങൾക്ക് കുറേ സർപ്രൈസസും കിട്ടും. നിങ്ങൾക്ക് 10 ബോൾസ് കിട്ടിയാൽ 10 or 15 ബോൾസ് കിട്ടിയാൽ നിങ്ങൾക്ക് YC ഗുഡീസ് കിട്ടും. ആൻഡ് ദെൻ 75 ബോൾസ് കിട്ടിയാൽ കുറേ സർപ്രൈസസ് ആയിട്ട് യെല്ലോ ക്ലാസ് നമ്മൾക്ക് ഗിഫ്റ്റായിട്ട് തരും. നെക്സ്റ്റ് ആയിട്ട് എൻ്റെ ഈ ഒരു ബുക്കാണ്, എൻ്റെ ജേർണൽ ബുക്കാണ് ഇത്. ആക്ച്വലി ഞാൻ മറ്റേ റെഗുലർ യൂസ് ജേർണൽ ബുക്കല്ല ആക്ച്വലി. ഇത് ഒരു റൂൾഡ് ബുക്കാണ്. പക്ഷെ ഞാൻ ഇതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു ഫുൾ ഇയർ ഇതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ഇയർ മുതൽ ജേർണൽ ബുക്കാണ് വായിക്കാൻ പോവുക. ഇതാണ് ഫസ്റ്റ് ഫ്രണ്ട് പേജ്. ജേർണൽ #122. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് എവർ ജേർണൽ. സ്റ്റാർട്ടഡ് ഓൺ 13th
ജാൻവരിത്തെ ജേർണലാണ്. ഇത് അടുത്ത ജേർണൽ ജാനുവരിയിൽ തന്നെ ഇങ്ങനെ നോർമലായിട്ട് വരുന്ന ജേർണൽസ് ആണ്. ഇത് വെഡ്നെസ്ഡേ ജേർണൽ. ഇത് ഫുൾ പിങ്കും ബ്ലാക്കും ഉള്ള തീമാണ്. ആൻഡ് February 1st ചെയ്ത ഒരു ജേർണലാണ്. ചിലത് എൻ്റെ ഓണായിട്ടും ചെയ്യുന്നുണ്ട്, ചിലത് നോർമൽ. ഇത് ജാനുവരി പ്ലേലിസ്റ്റ് ആയിരുന്നു, ഫേവറേറ്റ് പ്ലേലിസ്റ്റ് ഓഫ് ജാനുവരി. ഇതെൻ്റെ ഓൺ ക്രിയേറ്റീവ് തോട്ടിൽ ചെയ്തതാണ്, പക്ഷേ ഇറ്റ് ലുക്സ് ആവറേജ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാർച്ച് ഇസ് ഫുൾ ഓഫ് പ്ലാൻസ്. മാർച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാർച്ചിനെക്കാട്ടിലും ജൂലൈ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു കൈൻഡ് ലൈക്ക് നോർമൽ ഇങ്ങനെ ഒരു ഫൺ ടൈമിന് സ്കൂളിലേക്കൊക്കെ എടുത്തിട്ട് പോയാൽ ചെയ്യാൻ ആയിരുന്നു. ഏപ്രിലിന് അത്ര കൊളം ആയോന്നൊരു സംശയം. അത്ര കൊള്ളില്ല, എന്നാലും എന്തോ പേജ് കീറാണ്ട് വെച്ചു. ഇത് May will blossom. May is the lovely month എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഈ ഒരു തീമായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് എനിക്ക് എന്തോ ഒരു ഇതിൽ ഞാൻ വേറെ എന്താണ് വിചാരിച്ചത്, പക്ഷെ വേറെ എന്തോ ആണ് വന്നത്. നെക്സ്റ്റ് ഇസ് ജൂൺ. ജംഗിൾ ജൂൺ. ഇതൊരു ഗിഫ്റ്റ് കിട്ടിയതെന്ന് നോക്കി വരച്ചതാണ്. യെസ്, ജൂലൈ ദ മോസ്റ്റ് ഫേവറബിൾ മന്ത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ആക്ച്വലി ജൂലൈനെ നോക്കിയപ്പോൾ കുറേ ഫ്രൂട്ട്സിൻ്റെയാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇതെന്തോ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്ത്. ഓക്കെ, ദിസ് ഈസ് ഓഗസ്റ്റ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഓഗസ്റ്റ് ഞാൻ ഓൾറെഡി സ്കൂളിൽ പോയപ്പോൾ തന്നെ ചെയ്തു. ഇനി സെപ്റ്റംബർ ഞാൻ ചെയ്തു. ആക്ച്വലി ജേർണൽ സെപ്റ്റംബർ 1st അങ്ങനെയാണ് ചെയ്യുക. ആക്ച്വലി ഞാൻ സെപ്റ്റംബർ എപ്പോഴോ എൻ്റെ ഡ്രീംസിൽ പോയി കഴിഞ്ഞു. ഞാൻ സ്കൂളിൽ ബോറടിച്ചപ്പോൾ ചെയ്തതാണ്, പിന്നെ ചെയ്തിട്ടില്ല. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബറിന് 3 pages ലെഫ്റ്റ്. അതും കഴിഞ്ഞാൽ പിന്നെ അത്രയേ ഉള്ളൂ, എൻ്റെ ഈ ബുക്ക് കംപ്ലീറ്റ് ആവും. ഇതിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇമോജി സ്റ്റിക്കേഴ്സാണ്. ഇതൊക്കെ പാറ്റേൺ പേപ്പേഴ്സ്. ഈ പാറ്റേൺ പേപ്പേഴ്സ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ ഒരു സ്റ്റാർ ഉണ്ട്. ഇതൊരു ഹാപ്പി പറഞ്ഞിട്ടുള്ളൊരിത്. അത്രയേ ഉള്ളൂ ഈ ജേർണൽ ബുക്കിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ബാക്ക് കവർ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഇസ് നിരഞ്ജന സൈനിങ് ഓഫ്.